കൂട്ടുകാരെ, എല്ലാവർക്കും മൈത്രി മാളൂട്ടിയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഓണമൊക്കെ ആയില്ലേ, ഒരോണക്കോടി തയ്ച്ചാലോ? മാളൂന് ഈ രണ്ട് മെറ്റീരിയലും കൂടെ ഉപയോഗിച്ച് ഒരോണക്കോടി തയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഉടുപ്പ് തയ്ക്കുന്നതൊക്കെ യൂട്യൂബിൽ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി എൻ്റെ ഐഡിയയും കൂടെ ചേർത്തിട്ട് ഒരു ഉടുപ്പ് തയ്ക്കാം. ഞാൻ ആദ്യത്തെ അളവെടുക്കുന്നത് ലൈനിങ് തുണിയിലാണ് കേട്ടോ. ലൈനിങ് തുണിയിലാകുമ്പോൾ നമ്മുടെ ടോപ്പ് ഭാഗത്തേക്ക് നല്ല ഭാഗത്ത് ഈ വരച്ചതൊന്നും വരത്തില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ്ങിൽ അളവെടുത്തതിന് ശേഷം നല്ല തുണിയിലേക്ക് അത് വെച്ചിട്ട് അതേ സെയിം അളവിൽ അങ്ങ് മുറിച്ചാൽ മതി. ഇന്നിപ്പോൾ അളവെടുക്കണതൊന്നും ഞാൻ പിടിക്കുന്നില്ല കേട്ടോ. കാരണം ഞാൻ ഇതേ സെയിം തന്നെ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് സാധാ ഫ്രോക്കിനും അളവെടുക്കുന്നതെന്നൊക്കെ ഉള്ളത് നേരത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെയും ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഓണക്കോടി ആയതുകൊണ്ടും ഒരു പുതിയ മോഡലിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ടാണ് ഇന്നത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവെടുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളതൊന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് അപ്പോൾ അതിനെ തയ്ക്കുന്നത് ഞാൻ കഴുത്തിൻ്റെ ഒരു പുതിയ പാറ്റേൺ വയ്ക്കുന്നുണ്ട്. പുതിയ പാറ്റേൺ അല്ല, എനിക്ക് പുതിയത്. ഞാനപ്പോൾ അത് ചെയ്തിട്ട് ഒരെണ്ണം സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അളവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞു തരാം. ഷോൾഡർ 7 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൈക്കുഴിയും 7 എടുത്ത്, ചെസ്റ്റ് വണ്ണം 9, 2 സീം അലവൻസ്, എന്നിട്ട് ഒരു കോളം വരച്ച് അതിനെ നമ്മൾ ഷേപ്പിൽ വരച്ചു, കൈക്കുഴി വരച്ചു. അതിന് ശേഷം ഇവിടെ നെക്ക് ലെങ്ത്ത് നമ്മൾ എടുത്തിരിക്കുന്നത് 2.5 പിന്നെ 3 വെച്ച് കഴുത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ഷേപ്പിൽ വരച്ചു. അതിനുശേഷം നമ്മൾ ചെസ്റ്റ് വണ്ണം ഷേപ്പ് വണ്ണം എടുത്തു. ഷേപ്പ് വണ്ണം എടുത്തേക്കുന്ന 14 ഇഞ്ച് താഴെ വെച്ചിട്ടാണ്. ഷേപ്പ് വണ്ണം 8 പ്ലസ് സീം അലവൻസ് 2. പിന്നെ നേരെ നമ്മൾ താഴത്തോട്ട് ഇച്ചിരി വിരിവില് വരച്ചിട്ടുണ്ട്. കാരണം സ്ലിറ്റ് ഇടുന്നില്ല, അമ്പർലയൊന്നും അല്ല, ജസ്റ്റ് നോർമൽ ഫ്രോക്കാണ് തയ്ക്കുന്നത്. പിന്നെ അതിൻ്റെ അടിയിൽ ചെറിയൊരു ഫ്രില്ല് വയ്ക്കുന്നുണ്ട്. കഴുത്ത് നമ്മൾ വെട്ടുന്നില്ല കേട്ടോ. കഴുത്തിന് നമ്മളൊരു ഡിസൈൻ കൊടുക്കുന്നതുകൊണ്ട് കഴുത്ത് ഇപ്പോൾ വെട്ടുന്നില്ല, ഏറ്റവും ലാസ്റ്റാണ് വെട്ടുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ലൈനിങ്ങിൻ്റെ കഴുത്ത് ഒരിക്കലും ആദ്യം വെട്ടിക്കളയരുത്. ലൈനിങ്ങിൻ്റെ ആ തുണി വെച്ച് ഇനി അങ്ങ് വെട്ടി കൊടുത്താൽ മതി. അങ്ങനെ വെട്ടി കഴിഞ്ഞോട്ടോ. ഇനി യോക്ക് ഭാഗത്തിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണോ ഈ തുണി കേട്ടോ. ഇത് യോക്ക് ഭാഗത്തിൽ ഒരു റൗണ്ട് ഷേപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ ഒന്ന് അളവെടുക്കാം. ഒന്നിൻ്റെ ഞാൻ കഴുത്ത് കട്ട് ചെയ്യുന്നില്ല, ഇത് വെച്ചടിച്ചതിന് ശേഷം മാത്രമേ കഴുത്ത് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ കഴുത്തിൻ്റെ കൈക്കുഴിയുടെ കൂടി ഇവിടെ ഈ ഏകദേശം ഈ ഒരു അളവിലാണ് ഞാൻ വയ്ക്കേണ്ടത്. അപ്പം 4, അപ്പോൾ ഇവിടെ 4 എടുത്തിട്ട് 4 വെച്ച് വരുമ്പോൾ നമുക്ക് 2 സൈഡിൽ നിന്നും ചെറിയ രീതിയിൽ തയ്യത്തുമ്പ് പോകും. അപ്പോൾ ഒരു 4.5 എടുക്കാം. 4.5 വന്നിട്ട് ഇനി അടുത്തത് ഇറക്കമാണ്. 13.5 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് 13.5. നമുക്ക് അതിനൊരു ഷേപ്പ് കൊടുക്കാം, റൗണ്ട് ഷേപ്പ്. യോക്ക് ഭാഗത്തിൽ വെക്കാനുള്ള പീസ് റെഡി ആയിട്ടുണ്ട്. ഫ്രോക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. കഴിഞ്ഞ ബോഡി പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്നിച്ച് മടക്കി വയ്ക്കാം. ഇനി ഇത് അടിയിൽ പ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് തുണിയുള്ളൂ കേട്ടോ. അപ്പം ഇനി അടിയിൽ പ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് ഈ കഷ്ണത്തിൽ നിന്ന് വെട്ടിയെടുക്കണം. ബാലൻസ് ഇറക്കമുള്ള അളവ് വെച്ച് ഞാൻ ആ ഒരു കഷ്ണം വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കൈ വെട്ടാനുണ്ട്. കൈ വെട്ടണത് കസവ് കുറച്ച് താഴെ വരാൻ പാകത്തിന് ഏറ്റവും ലാസ്റ്റത്തെ ആ ഒരു പാർട്ടിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാത്തിൻ്റെ ഈ അളവൊക്കെ സെയിം തന്നെ ഞാൻ വീഡിയോയിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇത് വിശദമായിട്ട് പറയാത്തത് കേട്ടോ. അപ്പോൾ കൈ വെട്ടുന്നതിൻ്റെയൊക്കെ കറക്റ്റ് അളവൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത് കേട്ടോ. അങ്ങനെ നമ്മൾ കൈയും വെട്ടിയിട്ടോ. കൈ വെട്ടുമ്പോൾ നമ്മൾ ആ ഷേപ്പ് വരയ്ക്കുന്ന ഭാഗം മാത്രം ഒന്ന് ശ്രദ്ധിച്ച് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കൈ കിട്ടും കേട്ടോ. എല്ലാം വെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി തയ്ക്കും.
ആദ്യം തന്നെ ഞാൻ ബാക്കിൽ വള്ളിക്കുള്ളത് ഒന്ന് വേഗം റെഡിയാക്കി എടുക്കും കേട്ടോ. ചെറിയ ചെറിയ പണികൾ കഴിഞ്ഞിട്ട് നമ്മൾ വലിയ പണിയിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിരിക്കും കേട്ടോ പെട്ടെന്ന് തയ്ച്ച് തീരാനായിട്ട്. അങ്ങനെ ആദ്യം തന്നെ 2 വള്ളിയുടെയും പണി കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഫ്രണ്ടിൽ വയ്ക്കുന്ന യോക്ക് പോർഷനിൽ വയ്ക്കുന്ന ആ ഒരു പീസിന് ഒരു ലൈനിങ് കൊടുക്കും കേട്ടോ. അപ്പോൾ കട്ടി ഉണ്ടാവും, അപ്പോൾ നമുക്ക് വെക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് അകത്ത് ലൈനിങ്ങിനൊരു പീസ് വെച്ച് അടിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ സൈഡിൽ തോറും ഈ ലേസ് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ് ഇടാതെ നമ്മുടെ ഫ്രണ്ട് പീസ് എടുക്കുക, അതിലിട്ട് അതിൻ്റെ നടുഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ നേരെ വെച്ച് പിൻ ചെയ്തിട്ട് അതൊന്ന് പുറമെ അടിച്ചു വിടും. അങ്ങനെയാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇതിന് വേറെ എന്തെങ്കിലും വഴി ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇതെൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യുന്നത് കേട്ടോ. സാധാരണ മറിച്ചിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അത് എനിക്ക് അത്ര വശം അത്ര ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ നേരെ തന്നെ നല്ല വശത്താണ് അടിച്ചു വെക്കുന്നത്. ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് കഴുത്ത് വരച്ച് വിട്ടു, എന്നിട്ട് ലൈനിങ് വെച്ച് കഴുത്ത് ഷേപ്പ് അടിച്ച് നന്നായി മടക്കി അടിക്കും. ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ ലൈനിങ് ഒക്കെ വെച്ച് കഴുത്ത് അടിച്ചു കേട്ടോ. അതിന് ശേഷം ബാക്ക് സൈഡിൽ സിബ് വയ്ക്കുന്നുണ്ട്. സിബ് വയ്ക്കണത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതും പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. വൈറ്റ് സിബാണ് വയ്ക്കുന്നത്. അങ്ങനെ 2 സൈഡിലെയും പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യിക്കണം. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം കഴുത്ത് ഫ്രണ്ടിലത്തെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇൻവിസിബിളായിട്ട് നമ്മൾ ഷോൾഡർ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴുത്ത് അതിന് ശേഷം അടിച്ചു, കഴുത്തും അടിച്ചു. ഇനി അടുത്ത പണി ഏറ്റവും താഴത്തെ ഫ്രില്ലടിക്കുക എന്നുള്ളതാണ്. അത് 2 പാട്ടിൻ്റെ അടിച്ച്. ഇനി അടുത്തത് കൈ തയ്ക്കുകയാണ്. കൈ തയ്ക്കുമ്പോൾ നമ്മളത് മടക്കി വെച്ച് നടുക്കൊരടയാളം കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻറ്റുമായിട്ട് അടിച്ചെടുക്കണം. അങ്ങനെ കൈയുടെ പണിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് 2 ഭാഗവും ഫുള്ളായിട്ട് അടിച്ച് ജോയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്, 2 ബോഡി പാർട്ടും. അപ്പോൾ അങ്ങനെ കൈയുടെ അളവും കറക്റ്റായിട്ട് ഞാൻ അളവ് വരച്ചിട്ട് അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഊഹത്തിന് അങ്ങ് അടിച്ചു വിടുമ്പോൾ ഒന്നുകിൽ ടൈറ്റ് ആവും അല്ലെങ്കിൽ ലൂസാവും. ഇതാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫിറ്റിങ്സിലിരുന്നുള്ളൂ, വേറെ പണികളൊന്നുമില്ല. തയ്യൽ കഴിഞ്ഞോട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. മാള് വന്നാലേ ഇടാൻ പറ്റുള്ളൂ. ഫ്രണ്ട് ഡിസൈൻ കൊടുത്തു, സിബ് വെച്ചിട്ടുണ്ട്, വള്ളി വെച്ചിട്ടുണ്ട്, പിന്നെ താഴെ പ്രില്ലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇട്ട് കാണിക്കാൻ മാള് കൂടി ഇല്ലാണ്ട് സ്കൂളിൽ പോയിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.